ബിഗ് ബോസ് സീസൺ 7 അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. വൈൽഡ് കാർഡ് വന്നില്ല, പക്ഷെ വൈൽഡ് കാർഡിലും ഏറ്റവും മികച്ച രീതിയിൽ കളിക്കാനായിട്ട് രണ്ടുപേർ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഉഷാറായിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് പറയാം, ആരാണെന്നും പറയാം. ആദില, നൂറ, ഇവർ രണ്ടുപേരും ഒറ്റ മത്സരാർത്ഥിയായിട്ടാണ് ബിഗ് ബോസ് സീസൺ 7ലേക്ക് വന്നതെങ്കിൽ അത് ബിഗ് ബോസ് തന്നെ അവരെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പ്രത്യേകിച്ച് വലിയ അതിശയമൊന്നും കൂടാതെ തന്നെ സ്പ്ലിറ്റ് ആയപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ബിഗ് ബോസ് ഇവിടെ കയറുന്നതിന് മുന്നേ തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പോകെ നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ആദിലയ്ക്കും നൂറയ്ക്കും ആ ഒരു ഷോക്ക് ഒന്നും ഉണ്ടാകാതെ. പക്ഷേ ആദിലയും നൂറയും സ്പ്ലിറ്റ് ആയ സ്ഥിതിക്ക് അവിടെ ബിഗ് ബോസിലുള്ള മറ്റു മത്സരാർത്ഥികൾ ഉൾപ്പെടെ ഇവരോട് പറഞ്ഞിരുന്നു, ഇനി ഇവരുടെ വോട്ട് ഉൾപ്പെടെ സ്പ്ലിറ്റ് ആകും, ഇനി അവർക്ക് വോട്ട് കൊടുക്കുന്നതും സ്പ്ലിറ്റ് ആകും. അപ്പോൾ ഉറപ്പായിട്ടും ഈ കൂട്ടത്തിൽ ഒരാൾ ഔട്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് സഹ മത്സരാർത്ഥികൾ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞത് ആദിലയും നൂറയും കേട്ടിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെവിൻ ഒരു വലിയ കച്ചടയൊക്കെ കാണിച്ച് വലിയ ഷോ ഒക്കെ കാണിച്ച് ഹീറോ ആവാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ആദിലയും നൂറയും, എസ്പെഷ്യലി നൂറ, അതിൽ കയറി വലിയൊരു സ്കോർ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പം അതിൻ്റെ വേറൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നെവിൻ ഒരു തമാശ രൂപേണ നിങ്ങളെ ഞാൻ പിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് അടിച്ചു. പക്ഷേ ആദിലയും നൂറയും പറയുന്നത് ഇത്തരത്തിലുള്ള ഡയലോഗുകൾ മാത്രമല്ല, അവൻ പുറത്ത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പേഴ്സണൽ ലൈഫിൽ അവരെയൊക്കെ പലരെയും ഇങ്ങനെ തമ്മിൽ അടുപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതും കൂടെ കേട്ടിട്ട് അവൻ അത്ര ശരിയല്ല, അവൻ സൊസൈറ്റിയിൽ അത്ര ശരിയല്ല എന്ന ഒരു തീരുമാനത്തിലെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞത് വെച്ചിട്ട് ഏറ്റവും കൂടുതലും ആ ദിവസം സ്കോർ ചെയ്തത് അനുമോൾക്ക് പകരം അനുമോളുടെ മുകളിൽ കയറി സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് നൂറയ്ക്കാണ്. അതോടുകൂടി ജിസേൽ ഉൾപ്പെടെ എല്ലാവരും നൂറ ഇങ്ങനെയായിരുന്നോ എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക്, ആ ഒരു അളവിലേക്ക് നൂറയ്ക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ ബിന്നി ഇവിടെ ഭയങ്കരമായിട്ട് ക്ലെവറായിട്ട് തിങ്ക് ചെയ്യുന്ന രണ്ടു പേരാണ്. ഒന്ന് ബിന്നി, ഒന്ന് അബി. ഇവർ രണ്ടുപേരും ഈ പറയുന്ന എല്ലാ സഹ മത്സരാർത്ഥികളെയും ബിഗ് ബോസിന്റെ ഗെയിമിനെയും ഒക്കെ വളരെയധികം നല്ല ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും സ്പ്ലിറ്റായി, വോട്ട് സ്പ്ലിറ്റ് ആകുന്നു, അപ്പോൾ രണ്ടുപേരും കുറച്ചും കൂടി ആക്റ്റീവ് ആകണം എന്ന് കണ്ടിട്ട് രണ്ടുപേരും അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ഒരു വൃത്തികെട്ട ഗെയിം കളിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, ബിഗ് ബോസ് ഗെയിമിലേക്ക് ഇവർ ഗെയിം കളിക്കാൻ വന്നതാണ്, അതുകൊണ്ട് നൂറയ്ക്കും കളിക്കണം. ആദിലയുടെ മാത്രം ഒരു അണ്ടറിൽ നിൽക്കാൻ കഴിയില്ല. ഒരു ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നൂറയ്ക്ക് സംസാരിക്കാൻ അറിയാവോ, നൂറ സംസാരിക്കാറുണ്ടോ എന്ന്. സോ ഇതെല്ലാം കൺസേൺ ആണ്. ഓക്കെ, നൂറ ഇനി സംസാരിച്ചില്ലെങ്കിൽ നൂറ ഔട്ട് ആകും, നൂറ കുറച്ചും കൂടി ആക്റ്റീവ് ആകണം. അത് അനുമോൾ തന്നെ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി, അനുമോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഇവരെല്ലാവരും ഒന്നിച്ച് ടാർഗറ്റ് ചെയ്യുമ്പോൾ കുറേയൊക്കെ കരയുകയും പിന്നെ അങ്ങോട്ട് കുറച്ചൊക്കെ ഫൈറ്റ് ചെയ്യുകയും പിന്നെ ഇവരുടെയൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് കണ്ട് അതിനകത്തൊക്കെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നതും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ പറയുന്ന ധൈര്യം കാണിച്ചിട്ട് പുള്ളിക്കാരി മാറിയിരുന്ന് കരയുന്നത് ഈ പറയുന്ന നൂറ, ആദില, ശൈത്യ, രേണു ഇവരുടെയൊക്കെ ഇടയിലേക്കാണ്. അപ്പൊ ആ ഒരു ഇടയിലേക്ക് അനുമോള് വരുന്നതിനെ യൂസ് ചെയ്തിട്ട് കയറി വന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ മത്സരാർത്ഥികൾ അത്രയും. പക്ഷേ ഇനി അങ്ങോട്ട് ഇപ്പം ശൈത്യയുടെയൊക്കെ കാര്യത്തിൽ വളരെയധികം മാറ്റം സെൽഫായിട്ട് തന്നെ ശൈത്യക്ക് സംഭവിച്ചിട്ടുണ്ട്. വന്നപ്പോൾ ഉള്ള ഒരു ഡൾനെസ്സും ഇന്ന് ശൈത്യക്കില്ല. അതിൻ്റെ കൂടെ ഇവർക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ ഒന്ന് കോൺഫിഡൻസ് കൂട്ടാൻ പാകത്തിന് ഡ്രസ്സൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ശൈത്യയൊക്കെ നന്നായിട്ട് ഒരുങ്ങി നല്ല ഭംഗിയിലൊക്കെയാണ് നിൽക്കുന്നത്. കാരണം അതൊരു കോൺഫിഡൻസ് ആണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുങ്ങുക എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ ശൈത്യ ആ ഒരു ജയിൽ ടാസ്കിലും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എല്ലാവരും ശൈത്യയെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. പക്ഷേ ശൈത്യ അതിനെല്ലാം വളരെ തന്ത്രപൂർവ്വം മറുപടി പറയുന്നുണ്ട്. ഈവൻ അപ്പാനിയും അക്ബറും ആര്യനും ഒക്കെ പിന്നാലെ നടന്ന് പ്രവോക്ക് ചെയ്തിട്ടും ശൈത്യ വളരെ തന്ത്രപൂർവ്വമാണ് അതിനെയൊക്കെ കാണുന്നത്. പക്ഷേ ആ സമയത്ത് ശൈത്യയുടെ സമയത്ത് അനുമോളായിരുന്നെങ്കിൽ മുഖമൊക്കെ 10 കിലോ വെച്ചിട്ട് ചിരിക്കാതെ ഡള്ളായി കരഞ്ഞ് അല്ലെങ്കിൽ മാറിപ്പോയി കരഞ്ഞ്, പക്ഷെ ശൈത്യ അതൊക്കെ ചിരിച്ചുകൊണ്ട് പവാടയുടെ വള്ളി എന്നൊക്കെ പറഞ്ഞതും അതെല്ലാം വളരെ കൂളായിട്ടാണ് ആ ശൈത്യ അതിനെ ഡീൽ ചെയ്യുന്നത്. പിന്നെ ആദിലയും നൂറയുടെ കാര്യം എടുത്തു പറയണമെങ്കിൽ ഇന്നലെ ആ ഒരു ജയിൽ ടാസ്കിലേക്ക് അനുമോള് പോയ സമയത്ത് അനീഷിനെയും അനുമോളെയും ചുറ്റിപ്പറ്റി അക്ബറും അപ്പാനിയും ഇങ്ങനെ പാട്ടും പാടിയൊക്കെ നടന്ന സമയത്ത് തിരിച്ച് അക്ബറിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത
അത്രയും നല്ല പോലെ നൂറയും ആദിലയും ബഹളം വെച്ചും അനൗൺസ്മെന്റുകളൊക്കെ നടത്തിയും അങ്ങോട്ട് കസറി. അത് മാത്രമല്ല, അപ്പാനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പാനി അവൻ എന്നൊക്കെ നൂറ വിളിച്ചതായിട്ട് അപ്പാനിക്ക് അത് ഒരു മാനസികമായിട്ട് തന്നെ അപ്പാനിയെ തളർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ ജയിൽ ടാസ്കിനകത്താണെങ്കിലും നൂറ, ആദില, ശൈത്യ ഇവരെല്ലാവരും ഇവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ അവിടെ വന്നിരുന്നു. അപ്പോൾ ആ ഒരു സ്ക്രീൻ സ്പേസ് രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്. അതായത് ജയിലിനകത്ത് കിടക്കുന്നവർക്ക് ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ ആദിലയ്ക്കും നൂറയ്ക്കും ആ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ അനുമോളും അനീഷും തമ്മിലുള്ള കോംബോ ഒക്കെ അടിപൊളിയായിരുന്നു. രണ്ടുപേരും അതിനകത്ത് കിടന്ന് എന്തോ ചേട്ടാ എന്തോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് അനുമോളാണെങ്കിൽ അനീഷിന്റെ ഒരു സംസാരം എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇതൊരു പ്രശ്നവുമില്ല. പിന്നെ അതുപോലെ ഷാനവാസ് ഇടയ്ക്ക് വന്നിട്ട് കുറേ അധികം തമാശകൾ ഷാനവാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അനീഷ് ഷാനവാസ് കോംബോയും അതുപോലെ അനീഷ് അനുമോൾ കോംബോയും ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി, അനുമോൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ ഇനി അവിടെ സ്ഥാനം ഉണ്ടാകില്ല. അത് എത്ര പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടിയും ഇതിൻ്റെ അകത്ത് ആ ഒരു സർവൈവൽ എന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കും. കാരണം ലാസ്റ്റ് ടോപ്പ് 5 വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വോട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, ആ ഒരു മൊമെന്റിൽ ചെയ്യാൻ കഴിയുന്ന ആ ഒരു എബിലിറ്റി, ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ടാസ്ക് ചെയ്യാനുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള അതിനും വേണം ഒരു എബിലിറ്റി വേണം. ഓക്കെ, അപ്പോൾ അതെന്തായാലും അനുമോൾ ഉണ്ടാക്കി എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ അതിലെയും നൂറയും ശൈത്യയും തന്നെ എന്തായാലും സ്കോർ ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സീരിയൽ ഗ്രാൻഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.